ഒരുപാട് സ്റ്റാഫുകളാണ് വെറുതെ ഈ ഓഫീസിലും എല്ലാ സ്ഥലത്തും. പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ചെന്ന് ഒപ്പിട്ടിട്ട് വണ്ടി ഇല്ലെങ്കിൽ അയാൾക്ക് പിന്നെ വീട്ടിൽ പോവുകയും ചെയ്യുക. പിന്നെ ഭീമമായ പൈസയാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ യാത്രക്കാർ കയറിയ മാതിരി കിടന്നുറങ്ങും. അവർ പരമാവധി കൽപ്പിച്ചുട്ടിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാകുക. കർണാടകത്തിൽ നിന്ന് വരുന്ന വണ്ടിയിൽ മിക്ക ആളുകളും ബോട്ടിൽ കൊണ്ടുവരും ലിക്കറ്. ആ കാലഘട്ടത്തിൽ അവിടെ 50 ഉറുപ്പ്യ കൊടുത്താൽ ഒരു ഫുൾ കുപ്പി സാധനം കിട്ടും. അത് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് 150 ഉറുപ്പ്യക്കാണ് വിൽക്കുക. അങ്ങനെ എത്രയോ ഡ്രൈവർമാരെ പിടിച്ചിട്ടുണ്ട്. ഗണേഷ് കുമാർ സാറിന് അറിയാം നടത്തിപ്പ്. അങ്ങനത്തെ ആളുകൾ വരണം, എന്നാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ കൂടെയുള്ളത് KSRTC ഡ്രൈവറായിട്ടുള്ള വിക്രമൻ ചേട്ടനാണ്. അദ്ദേഹത്തിൻ്റെ ഈ അനുഭവങ്ങളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ചേട്ടാ, ഈ പണ്ടൊക്കെ മോഷണം പതിവാക്കി കൊണ്ടു നടക്കുന്നൊരു വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നല്ലോ. ഇവർക്കൊക്കെ ഒരു വലിയൊരു ആശ്രയ കേന്ദ്രം KSRTC ബസ് തന്നെയായിരുന്നു. പിക്ക് പോക്കറ്റ് അടി, മാല പറിക്കൽ, ഇങ്ങനെയുള്ള കുറേ കലാപരിപാടികളൊക്കെ അന്ന് വളരെ സജീവമായിട്ട് ഈ ആനവണ്ടി എന്ന് പറയുന്ന KSRTCയിലുണ്ടായിരുന്നു, ബസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വല്ല സംഭവവും ചേട്ടൻ ഓടിക്കുന്ന ബസ്സിൽ ഉണ്ടായിട്ടുണ്ടോ? അത് പിടിക്കപ്പെട്ടിട്ടുണ്ടോ? അതിന് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ പറ്റുമോ? അത് നമ്മൾ കേരളത്തിലാണെങ്കിൽ നമ്മളെന്താ ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾ പറയാണ് ബസ് ഓടിക്കൊണ്ടിരിക്കുക, എൻ്റെ പോക്കറ്റ് പേഴ്സ് കാണുന്നില്ല. അപ്പം നമ്മൾ പിന്നെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ള ഒരു വ്യക്തിയാണെങ്കിലും ഇറക്കൂല. ആളോട് പറയും നേരെ സ്റ്റേഷനിൽ കയറ്റണം, നേരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റണം. സമ്മതിക്കൂല. കണ്ടക്ടർ ഡോറിൻ്റെ അടുത്ത് നിൽക്കും. പിന്നെ ഇതിന് സഹകരിക്കുന്ന ആളുകളുണ്ടാവില്ല. അവർ പറയും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോയാൽ മതി. ഇപ്പം നേരെ പിന്നെ ഏതെങ്കിലും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കയറ്റും. 2-3 പോലീസുകാർ വന്നിട്ട് ഉള്ളിൽ കംപ്ലീറ്റ് ചെക്ക് ചെയ്യും. അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ മയക്കുമരുന്ന് സ്ഥിരം കർണാടകത്തിൽ നിന്നാണല്ലോ വരുന്നത്. അങ്ങനെ ഞാനൊരു ദിവസം വരുന്ന നേരം സാധാരണ KSRTC മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ ആരും കൈ കാണിക്കലില്ല. എൻ്റെ ജീവിതത്തിൽ ആരും കൈ കാണിച്ചില്ല. എന്താ വെച്ചാൽ ഒരു അപാകത ഉണ്ടാകില്ലല്ലോ. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വരുന്ന നേരം കൈ കാണിച്ച്. അപ്പോൾ എന്നോട് ഒരു ഓഫീസർ വന്ന് പറഞ്ഞ് ഡ്രൈവറെ ഒന്ന് നല്ലോണം സൈഡായി കളയും. അപ്പോൾ ഞാൻ സൈഡായി ലൈറ്റൊക്കെ ഇട്ട് അവരിങ്ങനെ ഒരു 4-5 ആൾക്കാർ ബസ് നല്ല സ്റ്റാൻഡിങ്ങിലോടാ ആളുകളെയൊക്കെ നോക്കി. അങ്ങനെ ഞാനിങ്ങനെ സീറ്റിലിരിക്കുക. അപ്പോൾ ഒരാളെ സീറ്റിൽ നിന്ന് ഇരിക്കുന്നിടത്ത് തന്നെ ഇങ്ങനെ പിടിച്ച്. കുറച്ച് ഒരു 10-55 വയസ്സുള്ള ഒരാളാണ്. ഒരു മുഷിഞ്ഞ നല്ല ഒരു ഇതൊന്നുമല്ല. പുള്ളീനെ റോട്ടുമ്പോൾ കൊണ്ടുപോയി നിർത്തി, ജീപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി നിർത്തി, ലൈറ്റൊക്കെ ഇട്ട് നിർത്തി. പിന്നെ ഷർട്ട് പൊന്തിച്ച് അരയിൽ കംപ്ലീറ്റ് സിറിഞ്ച് ഈ ഇത് അതിന് നല്ല വിലയാണല്ലോ അവിടെ. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഏതായാലും പിടിക്കപ്പെട്ടല്ലോ, നിങ്ങൾ അഡ്രസ്സും പേരൊക്കെ തരണം. അതിനെന്താ സാറേ. അങ്ങനെ ഞങ്ങൾ ഒരു കൊല്ലത്തോളം ബത്തേരി കോടതിയിൽ കേസിന് പോകണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതിൽ. പക്ഷേ നമ്മളെ ഇതാണല്ലോ, ഇത് നല്ല സാധനമൊന്നും അല്ലല്ലോ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഉള്ള പോക്കറ്റ് അടിയോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ മൊത്തത്തിൽ ഈ KSRTC ചില ഭയങ്കര പാച്ചിലാണ്, ചിലപ്പോൾ കൺട്രോളില്ലാതെ പായൽ, ഈ ടേണിങ്ങിൽ നിന്നൊക്കെ ഭയങ്കര സ്പീഡിലെടുക്കല്, എന്നിട്ടൊക്കെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചേട്ടൻ അങ്ങനെ എല്ലാ അപകടങ്ങളും നേരിട്ടിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? എനിക്ക് ഞാൻ ഈ 13.5 വർഷത്തിൽ പണിയെടുത്തിട്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, മൈസൂരിൽ നിന്ന് വരിക. ഇപ്പോൾ 4:30-ക്കാണല്ലോ കോഴിക്കോട്ടത്ത് എത്തുന്നത്. 3 മണിയാകുമ്പോൾ 8-ാം വളവിലെത്തിയപ്പോൾ ഒരു മാരുതിൻ്റെ കാറ്, ഞാനത് എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ആ കാറ് എൻ്റെ ബസ്സിൻ്റെ ഉള്ളിൽ ഒരു 4-5 ആളുണ്ട്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഏകദേശം 8-ാം വളവ് താഴെ എത്താനായിരിക്കുന്നത്. വെട്ടിച്ചപ്പോൾ ഞാൻ ഒരു മരം ഉണ്ടായിരുന്നു. ആ മരത്തിന് കൊണ്ടുപോയി ഇടിച്ച് നിന്ന് 2 വീല്, ഫ്രണ്ടിൽ 2 വീലും ഇങ്ങനെ തൂങ്ങി നിന്ന്, ബാക്കിലെ വീല് കൽവർട്ടിന് ജാമായിട്ട് അവിടെ നിന്ന്. പക്ഷേ ആളുകൾ അറിഞ്ഞിട്ടേ ഇല്ല.
എല്ലാവരും നല്ല ഉറക്കല്ലേ, ഒരു ഇതും പറ്റിയില്ല. അല്ല, സാധാരണ KSRTC ബസ്സിൽ ലോങ്ങിൽ ടിക്കറ്റ് എടുത്ത് കയറുന്ന ആൾക്കാർ ഒന്ന് ഉറങ്ങാനാണ് ശ്രമിക്കുക. അതെ അതെ അതെ, ഉറങ്ങി നല്ലൊരു സുഖമാണ് ഇങ്ങനെ ഇളകി. അപ്പോൾ ഈ ഡ്രൈവർക്ക് ഈ ഉറക്കം വരില്ലേ? അതെങ്ങനെയാണ് നിങ്ങൾ പകൽ കിടന്നുറങ്ങുന്നത്? എങ്ങനെയാണ് അതിൻ്റെ? പകല് കിടന്നുറങ്ങിയാലും ഈ രാത്രി സമയം ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ എന്തായാലും ഒരു ചെറിയൊരു ഇത് വരും. അപ്പം എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഈ നൈറ്റ് ഓട്ടത്തിൽ പിന്നെ സമയം ഉണ്ടാവും, പകലത്തെ മാതിരിയല്ലല്ലോ. വണ്ടികൾ കുറവ്. ഇപ്പം 6 മണിക്കൂർ എത്തേണ്ട സമയത്ത് 4.5 മണിക്കൂർ കൊണ്ടൊക്കെ എത്തും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടാണെങ്കിൽ അടുത്ത എവിടെയെങ്കിലും ഈ ചെറിയ ഗുംട്ടി ചായക്കട ഉണ്ടാവും, അവിടുന്ന് ഒരു ചായ കുടിക്കും. പിന്നെ ചില യാത്രക്കാർ നമ്മളെ ബോണറ്റിൻ്റെ മുകളിൽ വന്നിരിക്കും, ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ. അവരെന്തെങ്കിലും, പിന്നെ ചില കണ്ടക്ടർമാർ ഉറങ്ങൂല. എല്ലാ കണ്ടക്ടർമാരും പിന്നെ ഉറങ്ങുന്ന ടൈപ്പല്ല. ചിലരെന്താണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് അവർ പുതച്ച്, തണുപ്പാണല്ലോ, അമ്പിളിയെ പുതച്ച് കിടന്നു. പിന്നെ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഡ്രൈവറാണ് നിയന്ത്രിക്കുക, വേറെ ക്ലീനറോ അല്ല ഇൻസ്പെക്ടറോ ഒന്നും ഇല്ലല്ലോ. ഉറക്കമില്ലായ്മയും ഈ ജനങ്ങളെ ഉത്തരവാദിത്വത്തോടു കൂടി കൊണ്ടാക്കുകയും ഇതിൻ്റെയൊക്കെ പിരിമുറുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കൈ കാണിച്ചിട്ട് ഈ ടിക്കറ്റ് എക്സാമിനർ എന്താ പറയാ, ഇൻസ്പെക്ടർ ടിക്കറ്റ് ഇങ്ങനെ കയറിയിട്ട് എന്താ ചെയ്യുന്നത്? സത്യത്തിൽ ഇവര് കള്ളക്കളിയും കളിക്കുന്നുണ്ടോ? കണ്ടക്ടർ എന്നാണോ? ടിക്കറ്റ് എടുക്കാതെ ജനം കയറിയിട്ടുണ്ടോ എന്നാണോ? എന്താണ്? കർണാടകത്തിൽ നിന്ന് വരുന്ന വണ്ടിയിൽ മിക്ക ആളുകളും ബോട്ടിൽ കൊണ്ടുവരും, ലിക്കർ. ആ കാലഘട്ടത്തിൽ അവിടെ 50 ഉറുപ്പ്യ കൊടുത്താൽ ഒരു ഫുൾ കുപ്പി സാധനം കിട്ടും. അത് ഇവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് 150 ഉറുപ്പ്യക്കാണ് വിൽക്കുക. അങ്ങനെ എത്രയോ ഡ്രൈവർമാരെ പിടിച്ചിട്ടുണ്ട്. ഒന്ന് അത് ചെക്ക് ചെയ്യാൻ കയറും, അത് ചെയ്യുക. പിന്നെ ടിക്കറ്റ് അല്ല, നമ്മളെ ഇതിൽ ഇൻസ്പെക്ടർ തന്നെ റിപ്പോർട്ട് ചെയ്യുക. അവർ വെച്ചാൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക. അവരെയും കൂടി ഇത് വേണം. അവർ പിടിച്ച് കണ്ടക്ടർക്കും ഡ്രൈവർക്കും ദോഷകരമായി ഭവിക്കും. നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഇത് കടത്തുന്നത്? അങ്ങനെ വല്ലതും വരും? അല്ല, നമ്മളെ ഡ്യൂട്ടിയിൽ നമ്മൾ വാങ്ങി കൊണ്ടുവന്നിക്കാണെങ്കിൽ നമ്മളെ പിടിക്കും. അതാണ് അവർ കണ്ടക്ടർ. പിന്നെ എൻ്റെ ഒരു ബാഗ് ഉണ്ടാവും, എന്താ വെച്ചാൽ യൂണിഫോം അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സുകളൊക്കെ വെച്ച ഒരു ബാഗ് ഉണ്ടാവും. ആ ബാഗിൽ നിന്നോ അല്ലെങ്കിൽ കണ്ടക്ടർ ബാഗിൽ നിന്നോ പിടിക്കുകയാണെങ്കിൽ പ്രശ്നമുള്ളൂ. അല്ലാതെ ഇപ്പോൾ യാത്രക്കാരൻ കയറി റാക്കിലൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ അത് നമുക്ക് പ്രശ്നമില്ല. ഈ ചെക്കിംഗ് ഇൻസ്പെക്ടർ കയറുന്നത് ശരിക്കും ടിക്കറ്റ് എടുക്കാത്ത യാത്രക്കാരെ പിടിക്കാനാണ്. അതെ, പല കണ്ടക്ടർമാരും ഈ ടിക്കറ്റ് കൊടുക്കാതിരിക്കുന്ന ആളുകളുണ്ട്. ഉണ്ട്. അതല്ലേ പിന്നെ ഈ ലഗേജ് കയറ്റു. ഇപ്പം ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നൊക്കെ പിന്നെ അധികവും പിന്നെ ഈ പച്ചക്കറി, പിന്നെ പൂവ് ഇതൊക്കെ ഇട്ട് 10 പിന്നെ കവറ് പൂവുണ്ടെങ്കിൽ ഒരു 8 കവറിന് ലഗേജ് അടിക്കുള്ളൂ. ചിലപ്പോൾ യാത്രക്കാർ കയറിയ മാതിരി കിടന്നുറങ്ങും. അവർ പരമാവധി കൽപ്പിച്ചുകൂട്ടിയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ അങ്ങനെ ഉണ്ട ആളുകളുണ്ടോ? എല്ലാവർക്കും ടിക്കറ്റ് കൊടുത്തിട്ടുണ്ടോ? യാത്രക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ലേറ്റല്ല. പക്ഷേ അങ്ങനെ പല കണ്ടക്ടർമാരും പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഇതിൻ്റെയൊക്കെ പിന്നെ സത്യാവസ്ഥ. പിന്നെ അതല്ലേ, അത് ലഗേജിലൊക്കെ പിന്നെ ശരിക്കും ഫെയർ അടിച്ചിട്ടുണ്ടോ? പിന്നെ നിയമാനുസൃതമായ എല്ലാത്തിനും ലഗേജ് ഇട്ടിട്ടുണ്ടോ? അതൊക്കെ നോക്കൂ. ഈ ടിക്കറ്റ് ഇല്ലാതെ യാത്രക്കാരൻ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നുള്ളതല്ല, ടിക്കറ്റ് എടുത്തിട്ടും ടിക്കറ്റ് കൊടുക്കാതെ പൈസ കണ്ടക്ടർ മുഖ്യമാരിയാണ് വരുന്നത്. അതെ അതെ, അതുണ്ട്. അതുണ്ട്. അവർക്ക് സ്പോട്ടിൽ സസ്പെൻഷൻ കൊടുക്കും. എവിടെ എത്തുന്ന ഏത് ഡിപ്പോലാന്ന് വെച്ചാൽ അവിടെ എത്തിക്കുകയാണ്, അന്നേരം കടലാസ് കൊടുക്കും. അത് വേറെയുള്ള കേസ് പോലെയൊന്നല്ല. ഏറ്റവും ഇഷ്ടപ്പെട്ട റൂട്ട് ഏതായിരുന്നു? കോഴിക്കോട് മൈസൂരാണോ കോഴിക്കോട് തിരുവനന്തപുരമാണോ? കോഴിക്കോട് മൈസൂർ. KSRTC ഒരു പുതിയ പാതയിലാണെന്ന് തന്നെ പറയാം. അതെ അതെ അതെ. സർക്കാരുകൾ മാറി മാറി വരുമ്പോഴും നല്ല നഷ്ടങ്ങൾ കുറവാണ്, പക്ഷെ നല്ല ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പുരോഗതികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ജനത്തിനും നല്ല പുരോഗതിയുണ്ട്, ഈ KSRTCക്കും നല്ല പുരോഗതിയുണ്ട്. ഈ പുരോഗതിനെ ചേട്ടൻ ഇപ്പം എങ്ങനെ കാണുന്നുണ്ട്? ഈ പുരോഗതി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഒന്നാമത് എന്താന്ന് പറഞ്ഞിട്ടാണെങ്കിൽ കുട്ടികൾക്ക് സൗജന്യ യാത്ര. ഇപ്പോൾ തമിഴ്നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പിന്നെ ഫ്രീ ആണ്, ഡൽഹിയിലൊക്കെ ഫ്രീ ആണ്, കർണാടകത്തിലും ഒക്കെ ഇങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിലുള്ള ഇപ്പോഴുള്ള അവസ്ഥയിൽ ചേട്ടൻ എന്താണ് ഒരു അഭിപ്രായം പറയാൻ? ഇതെന്താന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ഇത് പിന്നെ മോട്ടോർ വാഹനമാണല്ലോ, റണ്ണിങ്
ആണല്ലോ. ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ വരണം, ഇതിൻ്റെ തലപ്പത്തുള്ള ആളുകൾ. ഇത് അല്ലാത്തവർ ഇത് എഴുതി പഠിക്കോ അല്ലെ ബുക്കിൽ നോക്കി പഠിച്ചിട്ടോ കാര്യമില്ല. ഇപ്പോൾ ഉള്ള മന്ത്രി KSRTC ബസ് തന്നെ ഓടിച്ച് അല്ല സാറിൻ്റെ അച്ഛന് ഒരുപാട് ബസ് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ പേരെന്താ? ബാലകൃഷ്ണപിള്ള. അപ്പോൾ ഗണേഷ് കുമാർ സാറിന് അറിയാം ഇതിന്റെ നടത്തിപ്പ്. അങ്ങനത്തെ ആളുകൾ വരണം, എന്നാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. ലാഭത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാഭത്തിൽ കുതിച്ചുകൊണ്ടിരിക്കുക. അതെന്താന്ന് എനിക്കാണെങ്കിൽ ഇപ്പം പിന്നെ കോഴിക്കോട് നിന്ന് ഒരു താമരശ്ശേരിക്ക് ഒരു ബസ് പോവുക, ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്തൊരു താമരശ്ശേരിയും പോവുക. ഇപ്പം ആ സംവിധാനമൊന്നുമില്ല. ഇപ്പം കറക്റ്റായിട്ട് നോക്കുമോ എത്ര സമയമായി ബസ് പോയിട്ട്, എന്നിട്ട് വിട്ടാൽ മതി. അല്ലേ ഡ്രൈവറും കണ്ടക്ടറും അവിടെ ഇരിക്കട്ടെ. ശരിക്കും ഇപ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഗണേഷ് കുമാർ നല്ലൊരു ഇടപെടൽ നടത്തുന്നുണ്ട്. അതിൻ്റെ കാരണം കൂടി കൊണ്ടായിരിക്കാം ഈ വികസനവും ഇതൊക്കെ വരുന്നത് അല്ലേ? മന്ത്രി മാത്രമല്ല, ഇതിൻ്റെ ഓഫീസേഴ്സൊക്കെ നല്ല ബോധവാന്മാരുള്ള ആണ്. എന്താ വെച്ചാൽ മന്ത്രി അങ്ങനെ ബോധമുള്ളതിനെ കൊണ്ടാണ് കുറച്ചുകൂടി ആക്റ്റീവാകുന്നത്. എപ്പോഴും ഒരു പേടിയുണ്ട്. മറ്റ് പഴയ കാലത്തൊന്നും അങ്ങനത്തെ പേടിയൊന്നുമില്ല, വരട്ടെ. ആ ഒരു ചിന്താഗതി. പിന്നെ ഇത് ലാഭത്തിലാക്കണം എന്നുള്ളൊരു ബോധം വന്നിട്ടുണ്ട്. ഏതായാലും ഈ KSRTC ഡ്രൈവർ ആയിട്ട് ഇത്രയും വർഷം പരിചയമുള്ള ചേട്ടൻ്റെ ഒരുപാട് അനുഭവങ്ങളും ചേട്ടൻ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് നമ്മളിപ്പോൾ ഇതുവരെ പോയത്. അപ്പോൾ ചേട്ടൻ ഇത്ര വർഷം വർക്ക് ചെയ്ത് റിട്ടയറായി എങ്കിൽ പോലും തുടർന്നും ഈ ഒരു KSRTC എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്താൽ നന്നാകും എന്ന് ചേട്ടൻ തോന്നുന്നുണ്ട്, അതൊന്ന് പറയാമോ? നമ്മളെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മന്ത്രിസഭ മാറി മാറി വരുമല്ലോ. അപ്പോൾ ഇനിയും ഏത് പിന്നെ മന്ത്രി വരുമോ ആ ആളും ഇതേപോലത്തെ അറിയുന്ന ആളുകൾ ഉണ്ടായാലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെ പിന്നെ സ്റ്റാഫും പ്രയത്നിക്കണം ഇത് ലാഭത്തിലാക്കണമെന്ന്. ഇത് ലാഭത്തിലാക്കണം തന്നെയാണ് ഇപ്പം തന്നെ സാറ് ചെയ്ത് കഴിഞ്ഞ്. പിന്നെ ഒരുപാട് സ്റ്റാഫുകളാണ് വെറുതെ ഈ ഓഫീസിലും എല്ലാ സ്ഥലത്തും. പിന്നെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പിന്നെ ചെന്ന് ഒപ്പിട്ടിട്ട് വണ്ടി ഇല്ലെങ്കിൽ അയാൾക്ക് പിന്നെ വീട്ടിൽ പോവുകയും ചെയ്യുക. പിന്നെ ഭീമമായ പൈസയാണ് കൊടുക്കുന്നത്. ഇപ്പം പിന്നെ ഒരു 40 ഉറുപ്പ്യ മാസ ശമ്പളം വാങ്ങുകയാണെങ്കിൽ ഒരു ദിവസത്തെ വേജസ് എത്ര വരും? അപ്പം അതൊക്കെ നഷ്ടത്തിലേ. അതൊക്കെ നിർത്തി, ഇപ്പോൾ അതൊക്കെ നിർത്തി. നല്ല ഇടപെടലുകൾ നടത്തുന്നുണ്ട്.